എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇവിടെ സുഖമായിട്ടിരിക്കണു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ സ്കിൻ കെയർ വീഡിയോ നിങ്ങൾക്ക് കാട്ടിത്തരാന്ന് ഗായ്സ്. അപ്പൊ ഞാനാണെങ്കിൽ ആദുബാബിനെ പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടേ എൻ്റെ ഫേസിൽ ഫുള്ള് ഡിസ്കളറേഷൻ ആണ്. പിന്നെ ഞാനാണെങ്കിൽ എന്താ പറയുക, കോളേജ് പഠിക്കുന്ന സമയത്ത് സൺസ്ക്രീന് പോയിട്ടൊരു മോയ്സ്ചറൈസർ പോലും ഞാൻ തേക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒരു എന്താ പറയുക, ഈ എന്നിട്ട് പൗഡറും ജസ്റ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ സ്കിന്നൊന്നും കെയറേ ചെയ്യാറില്ല. എനിക്ക് വൺസ് ഞാൻ സ്കിൻ കെയർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് എൻ്റെ ഫേസിൽ എൻ്റെ ഞാൻ പണ്ട് ഇത്രയും ഇതുപോലെ ആയിരുന്നു കേട്ടോ. എൻ്റെ എന്താ പറയുക, എനിക്ക് ബോഡി ഭയങ്കര കളർ ഉണ്ടായിരുന്നു, പക്ഷെ ഫേസൊക്കെ ഭയങ്കര ഡാർക്കാണ്. ഞാൻ കെയർ ചെയ്യാറില്ല, ഞാൻ ശ്രദ്ധിക്കാറേ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഫേസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ചേഞ്ച്. ഇപ്പോൾ ഒരു പൊട്ടൊന്നും ഇട്ടിട്ടുള്ള ഒരു ലിപ് ബാം മാത്രമാണ് ഇട്ടിക്കണേ ഗായ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കിൻ കെയർ വീഡിയോ പറയാൻ. ഇവിടെ ലവ്വി ബാബി എൻ്റെ പാർട്ട്ണറായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ലപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, വേർത്തിരിക്കാണ്. അപ്പം ലപ്പ ഇവിടെ എൻ്റെ കമ്പനിയായിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാ തേക്കണേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സത്യം പറയാലോ, കുറേ 10 സ്റ്റെപ്സ് സ്കിൻ കെയറും തേങ്ങയും വാങ്ങിയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാനാണെങ്കിൽ ദുബായിലുള്ള സമയത്ത് ഞാൻ കണ്ണിലുള്ളതൊക്കെ വലിച്ചു വാരി തേച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ടാണോന്നും അറിയില്ല, ഹോർമോൺ ചേഞ്ചസും ഒക്കെ ആയിട്ട് ഭയങ്കര കറുത്ത് കരിങ്കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് നാട്ടിൽ വന്നിട്ട് ലവ്വിനെ എൻ്റെ പ്രിൻസസ് ലവ്വിനെ ഡെലിവറി ആയതിനു ശേഷം എനിക്ക് എൻ്റെ സൗന്ദര്യം ലവ്വി തിരിച്ചു തന്നു. അല്ലേ ലവ്വി എൻ്റെ സൗന്ദര്യം എടുത്തു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ, കാരണം ലവ്വിക്ക് സൗന്ദര്യം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ലവ്വി ഉണ്ടായതിനു ശേഷം ലവ്വിക്ക് തിരിച്ച് ഹാപ്പിനെസ്സൊക്കെ തന്നിട്ട് ഞാൻ സുന്ദരിമണിയായി. അപ്പോൾ എന്താ പറയുക, അപ്പൊ എന്താണ് ഞാൻ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറേ പേരായി ചോദിക്കണേ. എൻ്റെ ആദ്യമേ ഞാൻ പറയാം, എൻ്റെ ഫേസ് ഭയങ്കര ഒരു പരിപ്പോട അല്ലെങ്കിൽ ഒരു പഴംപൊരി ലൈക്ക് അതൊക്കെ വറക്കാനുള്ള വെളിച്ചെണ്ണ എൻ്റെ മുഖത്തുള്ളൊരു സ്കിൻ ടൈപ്പാണ്, എൻ്റെ ഓയിലി സ്കിൻ ടൈപ്പാട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോഴും ഞാൻ പറയണ എൻ്റെ സ്കിൻ അങ്ങോട്ട് ക്ലിയർ ആണ്, തേങ്ങയാണ് വാങ്ങിയൊന്നും പറയുന്നത്. ഇവിടെ കുറച്ച് പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ പയ്യെ പോകും. പിന്നെ ഞാൻ ഭയങ്കര കൺസേൺഡ് അല്ല, അയ്യോ എൻ്റെ മുഖത്ത് പാടുണ്ടേ, എൻ്റെ മുഖത്ത് കുരു, അങ്ങനെ കൺസേൺഡ് അല്ല. പണ്ട് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ സ്കിൻ, എൻ്റെ ഹെയർ, എൻ്റെ ബോഡി, എൻ്റെ സ്വഭാവമൊക്കെ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല. മുന്നേ എനിക്ക് ദേഷ്യമായിരുന്നു തന്നെ. ഞാൻ എന്ത് സാധനമാണ്, എനിക്ക് എൻ്റെ ലൈഫ്, എൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ബട്ട് വൺസ് ഞാൻ എന്നെ തന്നെ കുറച്ചും കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് ഞാൻ എന്നെയൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോൾ ലൈക്ക് എൻ്റെ സ്കിന്നും എൻ്റെ ബോഡി ലൈക്ക് ടോട്ടലി ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയ പോലെ. അമ്മേ, എൻ്റെ ഫേസ് ഇതൊക്കെ നല്ല ചേഞ്ച് ആയ പോലെ തോന്നണില്ലേ? അങ്ങനെയാണ് ഇവരൊക്കെ പറയുന്നത്. തള്ളി വിടണമെന്നാണോ നമുക്കറിയില്ല, നമുക്കിനി അവിടെ പോയി സംസാരിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ സ്കിൻ കെയറെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മയാണെങ്കിൽ രാത്രി ഞാൻ അറിയാണ്ട് കുങ്കുമപ്പൂ പാലിലിട്ടിട്ട് കഴിക്കുക. പിന്നെ രാവിലെ എണീച്ചിട്ട് എന്നെക്കാട്ടും നേരത്തെ എണീച്ചിട്ട് ബദാം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് തിന്നതൊക്കെയല്ലേ നിങ്ങളുടെ പണി? ഇതൊക്കെ തിന്നലാണ് അമ്മയുടെ പണി. ഞാൻ ഒന്നും തിന്നില്ല, ഉള്ളത് എന്തെങ്കിലും ചോറ കറിയത്. ഇപ്പോൾ ബീട്രൂട്ടെങ്കിൽ ബീട്രൂട്ട്, ഇതൊക്കെയാണ് എൻ്റെ തീറ്റ. അമ്മയുടെ സ്കിൻ കെയർ പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും. ഒന്നുമില്ല, ഞാനൊരു സാധനം ഉപയോഗിക്കണല്ലോ. അതാണ് കണ്ടാണ് ഒരു സാധനം ഉപയോഗിക്കുന്നത്. ദിവാരിക്ക് ഒരു ലിപ്സ്റ്റിക് ഇട്ടിക്കണം, പിന്നെ ഇത് മുടി വെട്ടിട്ടിക്കണം ഗായ്സ്. അമ്മയുടെ കണ്ടുപിടിച്ച സ്റ്റൈലാവാൻ വേണ്ടിട്ട് മുടി വെട്ടിട്ടിക്കണം. അത് വളർന്നു വരുന്നത്. അമ്മ ഒരു പോൺസിന്റെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും അല്ലേ? എത്ര കാലായി? അത്രേ ഉള്ളൂ, വേറെ കണ്ണ് എഴുതാറില്ല അമ്മ. കണ്ണമ്മയുടെ ഓൾറെഡി ഇങ്ങനെ കണ്ണ് എഴുതിട്ട് ജനിച്ചപ്പോ അമ്മയ്ക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു പല ലൊക്കേഷനിൽ ഞാൻ പറന്ന് നിങ്ങൾക്ക് സ്കിൻ കെയർ നാച്ചുറലായിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഈ ഇല ഉണ്ടല്ലോ, ഈ ഇലൊക്കെ തളണില്ലേ ഗായ്സ്. അപ്പൊ ഞാനാണെങ്കിൽ പച്ചിലകൾ കൊണ്ട് ഒന്നുമില്ല, ഒരു ബ്യൂട്ടും ഇല്ല ഗായ്സ്, നിങ്ങൾക്ക് കണ്ടറിയാലോ. അപ്പോൾ ഞാനാണെങ്കിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ രാവിലെ എണീച്ചൊരു 2 ഫേസ് വാഷ് യൂസ് ചെയ്യും. ഇല്ല ലൈക്ക് ഞാൻ നിങ്ങളെ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ പൊട്ടത്തര പറയണത്. നിങ്ങൾക്ക് പിന്നെ എന്നെ അറിയാമല്ലോ ഗൈസ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിൻസിയർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഹെർന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറൽ ഫേസ് വാഷാണ്. ഇത് എനിക്കൊരു കൊളാബായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഗൈസ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ, നല്ലത്. ഇത്ര യൂസ് ചെയ്തിട്ട് ഇത്രയും അടിപൊളി ഒരു ഫേസ് വാഷാണിത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ബയോഡെർമയുടെ ഒരു ഫോമിങ്
ക്രീം എന്നായിട്ടുള്ളൊരു ഫേസ് വാഷ്. ഇതിലാണെങ്കിൽ ഇത്തിരി ഗ്രാനുവൽസ് പോലെയൊക്കെ ഉണ്ട്. അതാണെങ്കിൽ നന്നായിട്ട് ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടണം. ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ ഒരു ഫേസ് വാഷ് കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഒരു 2 മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. രാവിലെ എണീച്ചാൽ ഞാൻ ഈ ടോണർ യൂസ് ആക്കാറുണ്ട്. ടോണർ കണ്ടില്ലേ, ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു ഇത്ര ആയിട്ടുണ്ട്. ബ്യൂട്ടി ഓഫ് ജോയ്സ് ഉണ്ട്, അടിപൊളി കേട്ടോ. പക്ഷെ ഒടുക്കത്തെ വിലയാണ്, നല്ല റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇനി എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു യൂസ് ചെയ്തെങ്കിൽ അടിപൊളിയായിട്ടൊരു സംഭവം കിട്ടും. പക്ഷെ അത് യൂസ് ചെയ്യണമെന്നില്ല. അത് യൂസ് ചെയ്യുമ്പോൾ ഇത്രയും കൂടി ഫേസ് ഒന്നും കൂടി ഗ്ലോ ആയിട്ട് നിൽക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് വല്ല ഒരു ഇതൊന്നും തോന്നുന്നില്ല. ഫേസിൽ നമുക്കൊരു എന്താ പറയുക, ഇങ്ങനെ നല്ല ഇങ്ങനെ ഇതുപോലെ ഗ്ലോ ആയിട്ട് പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ പിമ്പിൾസ് വരുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് സെബോജലിൻ്റെ ഒരു പിമ്പിൾ ക്രീം. പിന്നെ ഇത് സെറാവയുടെ ഒരു പിമ്പിൾ ക്രീം യൂസ് ചെയ്തത് നല്ലതാണ്. പക്ഷെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ബ്രസ്റ്റ് ഫീഡിങ് മോംസിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. വല്ലപ്പോഴൊക്കെ ഒരു പൊട്ട് മാത്രം കുത്തും, അല്ലാണ്ട് അത് ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഒരു മോയ്സ്ചറൈസർ എന്ന് പറയണത് നമ്മുടെ എൻ്റെ അമ്മേ ഈ ഡോക്ടർ ഷത്തിൻ്റെ മോയ്സ്ചറൈസർ സൂപ്പർ മോയ്സ്ചറൈസറാണ്. പിന്നെ എനിക്കൊരു സാമ്പിളായിട്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് എവിടെയാണെന്ന് അറിയില്ല. അതൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. ഈ മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ലതാട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്കൊരു ഫ്രീബി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു സിറം. എൻ്റെ അമ്മോ എന്തോ ഒരു കൂതറ പേരാണ് അതിന്. അതിൻ്റെ സിറത്തിൻ്റെ ഈ സംഭവം ഇവിടെ വലിച്ചു വാരിയിട്ടേക്കണം, നിങ്ങൾക്ക് കാട്ടിത്തരാത്ത. അപ്പോൾ ആ ഒരു സിറത്തിൻ്റെ നല്ല അടിപൊളിയാണ്. 2 ദിവസമായിട്ട് ഇപ്പോൾ തേക്കുന്നുണ്ട്. അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ 3000 എത്രയാണ്. ഒന്നാമത് ഞാൻ തന്നെയാണ് പൈസ കൊടുത്ത് മേടിക്കാറ് എനിക്കുള്ള ഈ സിറമൊക്കെ. പക്ഷെ എനിക്ക് അത്രയും രൂപ കൊടുത്ത് മുഖത്ത് ഞാൻ വലിയ ആക്ട്രസ്സോ അല്ലെങ്കിൽ സിനിമ നടിയൊന്നും അല്ലല്ലോ. അമ്മേത് കിട്ടി, അമ്മയുടെ റോസ് തപ്പിയാടുത്തുണ്ട്. ഇപ്പോഴാണ് കിട്ടിയത് ഭാഗ്യം. അമ്മ ഈ വീഡിയോ ചെയ്തോണ്ട് അമ്മയ്ക്ക് അത് കിട്ടിയില്ലേ? അത് കാണണില്ല, കണ്ടില്ല, വലിച്ചു വരി ഞാൻ ഇട്ടേക്കാണ്. ഇനി ഇതിപ്പോൾ ഒരു സിറത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു ഇങ്ങനെയാണ് അവർ തന്നെ നമുക്ക് സിറം ട്രൈ ചെയ്യാം. പക്ഷെ എൻ്റെ മുടുക്കത്തെ സൂപ്പർ സിറമായിട്ട് രാവിലെ എണീച്ച് വരുമ്പോൾ ഫേസ് നല്ല പ്ലംബി ആയിട്ട് നല്ല ശുഞ്ചേരി മണിയായിട്ട് കിട്ടും. എപ്പോഴെങ്കിലും നല്ല മീൻസ് സ്കിൻ കെയർ ഇപ്പോൾ നല്ല റേറ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നല്ലത് ഇതൊക്കെയാണ് ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത്. വേറെ കണ്ടിട്ടുണ്ടോന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മുന്നേ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല ബ്രൈറ്റനും ഒക്കെ ആയ പോലെ ഉണ്ട്. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ കാട്ടിത്തരാൻ പറഞ്ഞു. അത് നമ്മുടെ UV ആക്നെ ജെൽ എന്ന് പറഞ്ഞിട്ടൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. പിന്നെ ലിപ് ബാം ഒരു സെബാമെഡിൻ്റെ ഒരു ലിപ് ബാം യൂസ് ചെയ്യും, ഒരു കളറില്ലാത്തത്. ഇപ്പോൾ ഡോട്ട്&കീയുടെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യണത്. മേഡം മറ്റേ സംഭവം കിട്ടിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ. സ്കിൻ കെയറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. പിന്നെ വേറെ എന്താ, ആ പിമ്പിളുള്ള സമയത്ത് മാത്രം ഞാൻ ക്ലിയറിൻ്റെ ഒരു ഇതുണ്ട്, ഒരു സിറം പോലത്തെ ഒരു സംഭവം, അത് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്കിൻ കെയർ. അപ്പോൾ ഇത്രയുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട പായോടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.